ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതുമായിട്ടുള്ള സെന്റൻസുകളാണ്. ഡെയിലി ലൈഫിൽ നമ്മൾ എപ്പോഴും പറയുന്ന സെന്റൻസ്, അതായത് മലയാളത്തിൽ നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്. പക്ഷെ അതിന്റെ ഇംഗ്ലീഷ് എന്താണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഇപ്പോ നമ്മൾ ഒരാള് വന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ്, നീ ഇന്നലെ വന്നതാണോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ. നീ ഇന്നലെ വന്നതാണോ എന്ന് നമ്മൾ അവരോട് ഓൺ ദി സ്പോട്ടിലാണ് ചോദിക്കുന്നത്. പക്ഷേ ചിലർക്ക് അത് ഡൗട്ട് ഉണ്ട്, ഇവിടെ ആറാണോ ഡിഡാണോ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഒട്ടും സംശയിക്കാനില്ല, ഇന്നലെ എന്ന് വന്നത് കൊണ്ട് തന്നെ നമുക്കിവിടെ എന്ത് പറയാം? ഡിഡ് യു കം യെസ്റ്റർഡേ? ഡിഡ് യു കം യെസ്റ്റർഡേ? നീ ഇന്നലെ വന്നതാണോ? ഇനി അതിന് ആൻസർ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, ഞാൻ ഇന്നലെ വന്നതാണ് എന്ന് പറയുകയാണെങ്കിൽ എന്താ പറയാ? ഐ കെയിം യെസ്റ്റർഡേ. ഐ കെയിം യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ വന്നതാണ്. ഇനി അല്ല, ഞാൻ ഇന്ന് രാവിലെ വന്നതാണെന്ന് പറയുകയാണെങ്കിലോ? നോ ഐ കെയിം ദിസ് മോർണിംഗ്. നോ ഐ കെയിം ദിസ് മോർണിംഗ്, ഞാൻ ഇന്ന് രാവിലെ വന്നതാണ്. സിമ്പിൾ ആണല്ലോ. നീ ഇന്നലെ വരുമ്പോൾ മഴയുണ്ടായിരുന്നോ? നീ ഇന്നലെ വരുമ്പോൾ മഴയുണ്ടായിരുന്നോ? അല്ലേ, ഇപ്പൊ മഴക്കാലമാണല്ലോ. അപ്പൊ നമ്മൾ ചോദിക്കാൻ, നീ ഇന്നലെ വരുമ്പോൾ മഴ ഉണ്ടായിരുന്നോ? ഇവിടെ മഴ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമോ മഴയായിരുന്നോ എന്നുള്ളതാണ്. അപ്പൊ ഉണ്ടായിരുന്നോ എന്നുള്ളതിൽ നമ്മൾ ഹാഡ് ആണോ യൂസ് ചെയ്യുക എന്നുള്ള കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇവിടെ വാസ് ആണ്. വാസ് ഇറ്റ് ക്വസ്റ്റ്യൻ ആണല്ലോ. വാസ് ഇറ്റ് റെയിനിങ് വെൻ യു കെയിം യെസ്റ്റർഡേ? വാസ് ഇറ്റ് റെയിനിങ് വെൻ യു കെയിം യെസ്റ്റർഡേ? നീ ഇന്നലെ വരുമ്പോൾ മഴയുണ്ടായിരുന്നോ? ഇവിടെ ഹാഡ് യൂസ് ചെയ്തൊന്നും ചോദിക്കേണ്ട, വാസ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഇന്നലെ വരുമ്പോൾ നല്ല മഴയായിരുന്നു. അല്ലേ, ഞാൻ ഇന്നലെ വരുമ്പോൾ നല്ല മഴയായിരുന്നു. ഈസി ആയിട്ട് നമുക്ക് പറയാം, ആ വാസ് ഇറ്റിനെ ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി. ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി വെൻ ഐ കെയിം യെസ്റ്റർഡേ. ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി, നല്ല മഴയായിരുന്നു. വെൻ ഐ കെയിം യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ വരുമ്പോൾ. ഓക്കെ, നീ കുട എടുത്തില്ലേ? അല്ലേ, നീ കുട എടുത്തില്ലേ എങ്ങനെ ചോദിക്കുക? ഡിഡിൻ യു ടേക്ക് ആൻ അംബ്രല്ല? ഡിഡിൻ യു ടേക്ക് ആൻ അംബ്രല്ല? നീ കുട എടുത്തില്ല. അപ്പൊ ഇന്നലത്തെ കാര്യം ആയതുകൊണ്ട് തന്നെ നമ്മളവിടെ ഡിഡ് യൂസ് ചെയ്ത് ചോദിക്കുന്നതാണ് ബെറ്റർ. അപ്പം ഡിഡിൻ യു ടേക്ക് ആൻ അംബ്രല്ല? നീ കുട എടുത്തില്ലേ? ഓക്കെ, കുട എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഞാൻ നനഞ്ഞു. ഞാൻ കുട എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഞാൻ നനഞ്ഞു. എങ്ങനെ പറയാം? നല്ലൊരു സെന്റൻസ് ആണ് അല്ലേ, നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, I had taken an umbrella but I still got wet. wet എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നനഞ്ഞു എന്നാണ്. അപ്പം I had അല്ലെ, എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഹാഡ് യൂസ് ചെയ്യണം. I had taken an umbrella but I still got wet. but I still എന്നിട്ടും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ but I still എന്ന് യൂസ് ചെയ്യുന്നത്. but I still got wet, എന്നിട്ടും ഞാൻ നനഞ്ഞു. ഓക്കെ, ഇനി കുട എന്റെ ബാഗിലായിരുന്നു എന്നെങ്ങനെ പറയാ? കുട എന്റെ ബാഗിലായിരുന്നു. The umbrella was in my bag. The umbrella was in my bag. ഓക്കെ, ബസ്സിൽ നിന്ന് ബാഗ് തുറക്കാൻ പോലും കഴിഞ്ഞില്ല. ഇങ്ങനെ പറയാറുണ്ടല്ലോ, ബസ്സിൽ നിന്ന് ബാഗ് തുറക്കാൻ പോലും കഴിഞ്ഞില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, പോലും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് എന്താണ് യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ബസ്സിൽ നിന്ന് ബാഗ് തുറക്കാൻ പോലും കഴിഞ്ഞില്ല. ഐ കുഡന്റ്, എനിക്ക് കഴിഞ്ഞില്ല എന്നാണ്. ഐ കുഡന്റ് ഈവൻ ഓപ്പൺ, അല്ലെ, തുറക്കാൻ പോലും. അപ്പം നമ്മൾ എന്താണോ പറയുന്നത് അതിന്റെ തൊട്ട് മുമ്പ് ഒരു ഈവൻ എന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പോലും എന്നായി. ഐ കുഡന്റ് ഈവൻ ഓപ്പൺ മൈ ബാഗ് ഓൺ ദ ബസ്. ഐ കുഡന്റ് ഈവൻ ഓപ്പൺ മൈ ബാഗ് ഓൺ ദ ബസ്. ബസ്സിൽ നിന്ന് കുട തുറക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. ഓക്കെ, ബസ്സിൽ നല്ല തിരക്കായിരുന്നു. The bus was very crowded. The bus was very crowded. ബസ് നല്ല തിരക്കായിരുന്നു. ഓക്കെ, ഞാൻ ബസ് ഇറങ്ങുമ്പോഴും മഴ നിന്നിട്ടില്ലായിരുന്നു. ഇപ്പൊ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സെന്റൻസ് ആണല്ലേ. The rain still hadn't stopped. മഴ നിന്നിട്ടില്ലായിരുന്നു. When I got off the bus. The rain hadn't stopped when I got off the bus. ഞാൻ ബസ് ഇറങ്ങുമ്പോഴും മഴ നിന്നിട്ടില്ലായിരുന്നു. ഞാൻ മുഴുവൻ നനഞ്ഞു. അല്ലെ, ഞാൻ മുഴുവനും നനഞ്ഞു എന്നെങ്ങനെ പറയാ? I got completely wet. I got completely wet. ഓക്കെ, ബസ്സിൽ നിൽക്കാൻ പോലും സ്ഥലമുണ്ടായിരുന്നില്ല. There wasn't even space to stand on the bus. There wasn't even space to stand.
ഓൺ ദ ബസ്, ബസ്സിൽ നിൽക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാത്ത ഒരു മനുഷ്യരുണ്ടായിരിക്കില്ല അല്ലെ. നെക്സ്റ്റ്, എല്ലാവരും മഴ കാരണം ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും മഴ കാരണം ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. എവ്രിവൺ ഹാഡ് ബോർഡഡ് ദ ബസ്, എല്ലാവരും ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഓഫ് ദ റെയിൻ, മഴ കാരണം. എവ്രിവൺ ഹാഡ് ബോർഡഡ് ദ ബസ് ബിക്കോസ് ഓഫ് ദ റെയിൻ. ഓക്കെ, ഞാൻ വീട്ടിലെത്തിയ ഉടനെ ഡ്രസ് മാറി. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഞാൻ വീട്ടിലെത്തിയ ഉടനെ ഡ്രസ് മാറി. ഐ ചേഞ്ച്ഡ് മൈ ക്ലോത്ത്സ് as soon as I reached home. I changed my clothes as soon as, ഉടനെ I reached home, ഞാൻ വീട്ടിലെത്തിയ ഉടനെ ഡ്രസ്സ് മാറി. ഓക്കെ, നെക്സ്റ്റ്, അപ്പൊ ഇതൊക്കെ as soon as well as ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പം സെന്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് ചോദിച്ച ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇതുപോലെ ഓരോരോ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി പഠിച്ച് വരണം. as soon as well as, അതുപോലെ തന്നെ വാസ്, വേർ, ഈസി, ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതും കൂടി നമ്മൾ തൊട്ട് മുമ്പേ എല്ലാ വീഡിയോസും ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മുമ്പത്തെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് ഇങ്ങനെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്ത് ശീലിക്കുക. അപ്പൊ നമ്മൾ സെന്റൻസ് ഡെയിലി സംസാരിക്കുന്ന സമയത്ത് അതിലൊക്കെ ഒന്ന് യൂസ് ചെയ്തിട്ട് പറയാനായിട്ട് ശ്രമിക്കുക കേട്ടോ. സിമ്പിൾ ആയിട്ട് പറയാം. മഴ പെട്ടെന്ന് തുടങ്ങി. എങ്ങനെ പറയാം? മഴ പെട്ടെന്ന് തുടങ്ങി. ഇറ്റ് സഡൻലി സ്റ്റാർട്ടഡ് റെയിനിങ്. ഇറ്റ് സഡൻലി സ്റ്റാർട്ടഡ് റെയിനിങ്. മഴ പെട്ടെന്ന് തുടങ്ങി. ഞാൻ നന്നായി നനഞ്ഞു. നേരത്തെ നമ്മൾ പറഞ്ഞ എന്താണ്? ഞാൻ കംപ്ലീറ്റ്ലി നനഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ നന്നായി നനഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ ഐ ഗോട്ട് വെരി വെറ്റ്. ഐ ഗോട്ട് വെരി വെറ്റ്. ഓക്കെ, മഴവെള്ളം അകത്തേക്ക് വന്നു. എങ്ങനെ പറയാം? മഴവെള്ളം അകത്ത് കയറില്ല, ഇങ്ങനെ മഴവെള്ളം അകത്തേക്ക് വരുമല്ലോ, അതിനെന്താ പറയാ? റെയിൻ വാട്ടർ കെയിം ഇൻസൈഡ്. റെയിൻ വാട്ടർ കെയിം ഇൻസൈഡ്. ഞാൻ വേഗം വീട്ടിലെത്തി. ഞാൻ വേഗം വീട്ടിലെത്തി. ഐ റീച്ച്ഡ് ഹോം ക്വിക്ക്ലി. ഐ റീച്ച്ഡ് ഹോം ക്വിക്ക്ലി. റോഡിൽ വെള്ളമുണ്ടായിരുന്നു. റോഡിൽ വെള്ളമുണ്ടായിരുന്നു. There was water on the road. There was water on the road. അല്ലെ, ഉണ്ടായിരുന്നു. There was water on the road. എല്ലാവരും നനഞ്ഞിരുന്നു. അല്ലെ, എല്ലാവരും നനഞ്ഞിരുന്നു. Everyone was wet. Everyone was wet. എന്റെ കൂടെ ബാഗിൽ ഉണ്ടായിരുന്നു. My umbrella was in my bag. My umbrella was in my bag. കുറച്ച് കോൺവെർസേഷൻ രൂപത്തിൽ ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കാം. നീ ഇന്നലെ ബസ്സിലാണോ വന്നത്? Did you come by bus yesterday? Did you come by bus yesterday? അതെ, yes or no എന്ന് പറയാല്. അതിന് ആൻസർ ആയിട്ട് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് അതിന് ആൻസർ പറയുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് yes എന്ന് പറയുകയാണെങ്കിൽ I did എന്ന് പറയാം. no എന്നാണെങ്കിൽ I didn't. അപ്പോൾ മഴ ഉണ്ടായിരുന്നോ ചോദിക്കണം. അപ്പോൾ മഴയുണ്ടായിരുന്നു. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ മഴയുണ്ടായിരുന്നു. എങ്ങനെ ചോദിക്കുക? Was it raining then? Was it raining then? ഓക്കെ, അതെ നല്ല മഴയായിരുന്നു എന്ന് പറയുകയാണെങ്കിലോ അതെ നല്ല മഴയായിരുന്നു. Yes, it was raining heavily. It was raining heavily. ഇപ്പോ നമുക്ക് കൂടെ എടുത്തില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞല്ലോ didn't you take an umbrella. അപ്പോ എന്റെ കൂടെ ചിലപ്പോൾ ബാഗിലായിരിക്കും. അപ്പൊ എന്റെ കൂടെ ബാഗിലായിരുന്നു, അല്ലെങ്കിൽ കൂടെ എടുത്തില്ല. ഇങ്ങനെയൊക്കെ പല ആൻസറും നമുക്കതിന് പറയാം. I didn't take an umbrella എന്ന് പറയാം. ഞാൻ കൂടെ എടുത്തില്ല. ഇനി കൂടെ ബാഗിലാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞല്ലോ സെന്റൻസ് umbrella was in my bag എന്ന് പറയാം. പിന്നെ എന്തിനാ നനഞ്ഞത്? Why did you get wet? അല്ലേ, പിന്നെന്തിനാ എന്ന് ചോദിക്കുന്നത് കൊണ്ട് then why did you get wet? അപ്പോ കുട എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ബസ്സിൽ പോകുകയാണെങ്കിൽ ബസ്സിൽ നല്ല തിരക്കാണെങ്കിൽ നമുക്ക് കുട എടുക്കാൻ പറ്റില്ല. അതുപോലെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് കുട എടുക്കാൻ പറ്റില്ല. അല്ലെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കുക. ബാഗ് തുറക്കാൻ കഴിഞ്ഞില്ലേ? ബാഗ് തുറക്കാൻ കഴിഞ്ഞില്ലേ? Couldn't you open your bag? Couldn't you open your bag? ഓക്കെ, ഇല്ല, ബാഗ് തുറക്കാൻ പോലും കഴിഞ്ഞില്ല. എങ്ങനെ അറിയാം? No, I couldn't even open it. No, I couldn't even open it. ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഗ് അല്ലെ, തുറക്കാൻ പോലും കഴിഞ്ഞില്ല. നീ വീട്ടിൽ വൈകിയാണോ എത്തിയത്? അല്ലെ, ക്വസ്റ്റ്യൻ ചോദിക്കാൻ നീ വീട്ടിൽ വൈകിയാണോ എത്തിയത്? ഇത് പാസ്റ്റ് ആണ്. Did you reach home late? Did you reach home late? ഓക്കെ, അതെ ഞാൻ കുറച്ച് വൈകി എത്തി എന്ന് പറയുകയാണെങ്കിൽ yes, I reached home a little late. Yes, I reached home a little late. നിന്റെ ഡ്രസ്സ് നനഞ്ഞോ? എങ്ങനെ ചോദിക്കുക? നിന്റെ ഡ്രസ്സ് നനഞ്ഞോ? Were your clothes wet? Were your clothes wet?
Were your clothes ever wet? നിന്റെ ഡ്രസ്സ് നനഞ്ഞോ? അപ്പൊ അതിനൊരു ആൻസർ പറയാണ് യെസ്, മുഴുവൻ നനഞ്ഞു. എങ്ങനെ പറയും എന്നുള്ളതൊന്ന് താഴെ കമന്റ് ചെയ്യാട്ടോ. അപ്പൊ ഇന്നത്തെ സെന്റൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം ഓൺ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യണമെന്ന് ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, സെന്റൻസ് മേക്ക് ചെയ്യുന്നത്, സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും, വളരെ സിമ്പിൾ ആയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ അതുപോലെയുള്ള എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ എന്തെങ്കിലും റിക്വസ്റ്റുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ആയിട്ട് ചോദിക്കാം കേട്ടോ. ഞാൻ തന്ന സെന്റൻസും പറയാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.